സാറേ ഞാൻ വിളിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. എൻ്റെ പേര് മിഥുൻ എന്നാണ്. ഞാൻ വിളിച്ചത് സാറേ, നമ്മൾ കൃപാസനം എന്ന് പറഞ്ഞൊരു സംഭവത്തെ കുറിച്ച് സാറ് ഒരു ഇതിട്ടായിരുന്നല്ലോ. അതെ. ഞാൻ അതിനകത്ത് എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാള് ഇതുപോലെ തന്നെ കൃപാസനത്തിൽ പോയിട്ട് ഭയങ്കരമായിട്ട് മോശം കിട്ടിയ 5 കാര്യങ്ങൾ ആദ്യം പറയും. അത് കഴിഞ്ഞിട്ട് 5 കാര്യങ്ങൾ ചെയ്യും. 5 കാര്യങ്ങൾ പിന്നീട് ടഫുള്ള കാര്യങ്ങൾ ആദ്യം 5 പറയണം. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം വീണ്ടും ടഫുള്ള 5 കാര്യങ്ങൾ, അങ്ങനെ 10 കാര്യങ്ങൾ പുതുക്കാൻ പോകും. അപ്പൊ ഇത് ആള് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കൊണ്ടുവന്ന് പത്രം തന്നു. അപ്പൊ എൻ്റെ അടുത്ത് എനിക്ക് ഇച്ചിരി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞ ഡയലോഗ്, നിങ്ങൾ ഇതൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കൂ, ഒരുപാട് പേർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ അതിനകത്ത് ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി എനിക്ക് അതിനകത്ത് വലിയ ഇതായിട്ട് തോന്നിയില്ല. കാരണം ഇതൊരു കച്ചവടം, ഹോൾസെയിൽ റീറ്റെയിൽ ഡീലർമാർ അത്ര ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവര് പറയുന്ന ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഇപ്പൊ രാവിലെ തുടങ്ങി 3 മണി തുടങ്ങി ആൾക്കാർ അവിടെ ക്യൂ നിന്നാലാണ് ഒരു 2 മണിക്കെങ്കിലും പോരാൻ പറ്റും. അത്രയ്ക്ക് തിരക്കാണ് കാര്യം. അപ്പൊ ഞാൻ സാറിനോട് ചോദിക്കുന്നത്, ഇത്തരം ബേസിക് ഇത് ഉള്ളത് കൊണ്ട് ആൾക്കാർ എന്തുകൊണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആവുന്നു? ഇത്തരം പേര് ഇതിനകത്ത് ഡെയിലി വന്നു പോണു. അപ്പൊ ഇതിനെന്തോ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളിപ്പോ ഒരു സിനിമ ഹിറ്റാക്കണത് അല്ലെങ്കിൽ ആൾക്കാർ മുഖേന്ദ്രമല്ലേ ഒരു സിനിമ ഹിറ്റാണ്. ഇപ്പൊ ഒരു പടം കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയുമല്ലോ നല്ല പടമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞ സാറിന്റെ ഐഡിയയില് ഇതൊരു ശരിക്കും പറഞ്ഞ കച്ചവട ഹിറ്റിംഗ് ആണോ? അതായത് ഒരു സ്ത്രീകൾ മുഖാന്തരം അല്ലെങ്കിൽ പോയർ മുഖാന്തരം സ്പ്രെഡായി പോകുന്ന ഒരു സിസ്റ്റമാണോ? അതായത് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഇന്ന് ഏറ്റവും സ്കിൽഫുൾ ആയിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സ്ഥാപനം എന്ന് പറയുന്നത് ഈ കുർവാസനം എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ്. ഏറ്റവും നല്ല ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് ആ കുർവാസനം പാതിരിവ. കാരണം ഇന്നറിയാമല്ലോ, ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, പ്രശ്നങ്ങള്, കുടുംബ പ്രശ്നങ്ങള്, തൊഴിലില്ലായ്മ, അരാജകത്വം, രോഗം, പീഡ, സകലമായ പ്രശ്നങ്ങളും ആളുകൾ വലയുക. പക്ഷെ ഈ മണ്ടന്മാരായ ആളുകൾക്ക് അത് തങ്ങളുടെ ഭരിക്കുന്നവന്മാരുടെ പ്രോബ്ലം ആണെന്ന് അവർക്ക് തോന്നുന്നില്ല. ഇതേതോ പൈശാചിക ശക്തിയുടെ പ്രശ്നമോ, ഇത് അടുത്തവനോ കൂടോത്രമോ ചെയ്തുകൊണ്ടോ, അല്ലെ നമ്മുടെ സമയം മോശമായതുകൊണ്ടോ എന്നൊക്കെയുള്ള ഇങ്ങനെ യഥാർത്ഥ പ്രശ്നം ഇത്തരത്തിലുള്ള ഇവിടുത്തെ ഈ അരാജകത്വവും ഭരണവർഗത്തിന്റെ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഇവൻ തന്നെ കാര്യമായിട്ട് പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് അവന് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഒരിക്കലും അവൻ അക്സെപ്റ്റ് ചെയ്തില്ല അവന്റെ പ്രശ്നം കൊണ്ടാന്ന്. അന്നേരം ഇവിടെ ഇങ്ങനെയുള്ള ഈ പൈശാചിക കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും പറയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവാണ്, ദൈവത്തിന്റെ കോപം കൊണ്ടാണ്, അല്ലെ സാത്താന്റെ പ്രവർത്തനം കൊണ്ടാണ്, അല്ലെ നിങ്ങളുടെ പണ്ട് മരിച്ചുപോയ വല്യപ്പന്റെ വല്യമ്മയുടെ ആത്മാവ് വന്ന് പണി തരുന്നതാണ്, അയൽവക്കത്തുകാരന്റെ പണിയാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവനൊരു സന്തോഷമാവും. ഏതായാലും എന്റെ കുഴപ്പം കൊണ്ടല്ലോ. അന്നേരം പിന്നെ ഈസി ആയിട്ടുള്ള മാർഗം എന്താ? അവിടെ ചെന്ന് കഴിഞ്ഞാല് 300 രൂപയുടെ ഉടമ്പടി എടുക്കുക, 150 രൂപയുടെ കൊന്തം മേടിച്ചെടുക്കുക, 50 രൂപയുടെ വെളിച്ചെണ്ണ മേടിച്ച് തേക്കുക, എല്ലാം കൂടെ പോയൊരു 10,000 രൂപ പോയാൽ 1000 രൂപ. ഒരു 10,000 പേര് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവന്മാർ ഒരു പ്രശ്നമില്ലല്ലോ പറയുന്നത്. 10 ആവശ്യങ്ങൾ എഴുതാനല്ലേ പറയുന്നത്, അതോ 5 ആവശ്യങ്ങളോ? ഇങ്ങനെ 5 ആവശ്യം എഴുതുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, 10,000 പേര് വന്ന് 5 ആവശ്യങ്ങൾ എഴുതി. അതിനകത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 20% ആൾക്കാർക്കെങ്കിലും സ്വാഭാവികമായ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും. അങ്ങനെ 2,500 പേർക്ക് ഈ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഈ 2,500 പേരും പറയും എന്റെ കാര്യം നടന്നു എന്ന് പറഞ്ഞ് ഈ 2,500 പേരും വന്ന് ഇതിനകത്ത് ആ 2,500 പേരിൽ ഒരു 10% വന്ന് അവിടെ വന്ന് സാക്ഷ്യം പറയുക. ഇത് യൂട്യൂബിൽ കൂടെ സംപ്രേഷണം ചെയ്യുമ്പോഴത്തേക്കും, പത്രത്തിൽ കൂടെ കള്ളസാക്ഷ്യം അടിച്ച് വിതരണം ചെയ്യുമ്പോഴത്തേക്കും ഇത് കണ്ടുകൊണ്ട് വീണ്ടും ഈ പോയവന്മാർക്ക് തന്നെ തോന്നും, അയ്യോ അങ്ങനെയാണെ ഇവന്മാർ പറയും എന്തെങ്കിലും ഒരു കുറവ് ഇവന് തന്നെ തോന്നിക്കും. ഞാൻ രാവിലെ എഴുന്നേക്കാത്തതുകൊണ്ടാണ്, കുളിക്കാത്തതുകൊണ്ടാണ്, പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്, അല്ലെ ആ സമയത്ത് ആ പാപം ചെയ്തുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ പാപചിന്തകൾ ഇവന്റെ ഉള്ളതുകൊണ്ട് ഇവൻ തന്നെ ഒരു കൺക്ലൂഷനിലെത്തും, എന്റെ ഈ പ്രശ്നം കൊണ്ടാണ് ഇത് എഫക്റ്റ് ആയത്, ഒന്നുകൂടെ നോക്കാമെന്ന് കരുതും. അങ്ങനെ ഒന്നാമത് പോകാൻ പോകും. വീണ്ടും ഒരു 10,000 ഈ കാറ്റഗറിയിലുള്ള വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിന്നും കിട്ടും ഒരു 12,500 പേർക്ക് സ്വാഭാവികമായിട്ടും അവന്റെ പ്രശ്നങ്ങൾ. അന്നേരം ഇങ്ങനെയുള്ള ഈ മാനിപ്പുലേഷനും ഈ പണിയാണ് ഈ നടക്കുന്നത്. ഇത് മണ്ടന്മാരായിട്ടുള്ള ഈ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇത് അവന്റെ ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ പൈശാചിക കേന്ദ്രത്തില് മാതാവ് വന്നിരുന്ന് അവിടെ ഉടമ്പടി എടുക്കുന്നവർക്ക് അവിടെ ഈ പാതിരിയുടെ അടുത്ത് വന്ന് വണങ്ങുന്നവനാണ് അനുഗ്രഹം കൊടുക്കുന്നതെങ്കിൽ അത് എന്ത് മാതാവാണ്? അന്നേരം ഇത് ചിന്തിക്കാനുള്ള ബോധം നമ്മുടെ ഈ ഉണ്ണകൾക്കില്ല. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇപ്പൊ ഈ 5 ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു സാധനം എടുക്കുമല്ലോ, ഇത് ഇതിനകത്ത് ഇവര് പറയുന്ന ഈ 5 ഉടമ്പടിയില് ഇത് കൂടാണ്ട് ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തില് ഇവര് പറയുന്ന ഫസ്റ്റ് ഡയലോഗ് രോഗികളെ സന്ദർശിക്കാൻ പോവുക,
പിന്നെ എന്തോ ഈ പത്രം ഇത്ര പേർക്ക് അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാലും കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നോ ദ പേഴ്സൺ. ബാങ്കുകളുടെ KYC എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, നോ ദ കസ്റ്റമർ എന്ന് പറഞ്ഞ പോലെ നോ ദ മൊണ്ണ വിശ്വാസി. അന്നേരം പേഴ്സണലായിട്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവന്റെ പ്രശ്നങ്ങൾ പറയും, അവന്റെ സാമ്പത്തിക നിലവാരം അറിയാം, അവന്റെ ജോലി അറിയാം, അവന്റെ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ അറിയാം, അവന്റെ ആവശ്യങ്ങൾ അറിയാം. ഇതറിഞ്ഞിട്ട് ഇവന്മാര് ആളും തരവും നോക്കി പല കാര്യങ്ങളും പറയും. അത് ചെയ്യുക, ഇത് ചെയ്യുക, മറ്റേത് ചെയ്യുക. അതിനകത്ത് ഇവന്മാർക്ക് വസൂലാക്കാൻ പറ്റാവുന്ന എന്തെങ്കിലുമൊക്കെ സാധനം ഇവന്മാരെ കൊണ്ട് അത് ചെയ്യിക്കും. അന്നേരം ഇതാണ്. അല്ലാതെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അവന്റെ റിയൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുകയല്ല. ഈ കൗൺസിലിംഗിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ വിശ്വാസിയെ അനലൈസ് ചെയ്യുക, അവനെ ഏതൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാമെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് അവനെ പതുക്കെ ഊറ്റുക, അതിനുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുക. എന്നിട്ട് ഇത്തരത്തിലുള്ള ഫീഡ്ബാക്കുകൾ കൊണ്ട് കള്ളപ്പാതിരിക്ക് കൊടുക്കും. എന്നിട്ട് ഇവന്റെ ജ്ഞാനദൃഷ്ടി കൂടെ കണ്ടതാണെന്ന് പറഞ്ഞിട്ട് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇവന്റെ പ്രസംഗത്തിൽ കൂടെ അവൻ കയറ്റി പിടിക്കും. ഇതിനകത്തൊരു സഹോദരിയുണ്ട്, കഴിഞ്ഞ 16 വർഷമായി മാറാവേദന കൊണ്ട് പൊളയുകയാണ്, അവളെ ഇതാ കർത്താവ് സൗഖ്യപ്പെടുത്താൻ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇതാ ലോൺ കിട്ടാം. ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ തള്ളിവിടുന്ന പറഞ്ഞാൽ ഈ കൗൺസിലിംഗിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് ആണ് ഷെയർ ചെയ്യുന്നത്. അന്നേരം ഈ തരികടകൾ തന്നെയാണ് ഈ കുർവാസന പാതിരിയും നമ്മുടെ ഇവിടുത്തെ കള്ളപ്പാച്ചർമാരും ഉമാരും എല്ലാം ഇതേ തന്ത്രമാണ് അവർ പ്രയോഗിക്കുന്നത്. നമ്മുടെ വൈകല്യങ്ങളെ അവർ മനസ്സിലാക്കിയത് അതനുസരിച്ച് നമ്മളെ അടിക്കാനുള്ള വടിയും കൊണ്ട് നമ്മൾ അവന്റെ കൈ കൊണ്ട് കൊടുക്കുന്നു, അവൻ നമുക്കിട്ട് അടിക്കുന്നു. ഇതേ ഉള്ളൂ ഇതിനകത്ത്. ഇവര് മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയ കേസ് സ്ത്രീകളാണ് ഇവരുടെ കൂടുതൽ ഇരകള്. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യാം? വീട്ടിൽ ഭർത്താവ് മദ്യപാനം, പണിക്ക് പോകത്തില്ല, വീട്ടിൽ ദുരിതങ്ങൾ, പിള്ളേർക്ക് പഠിക്കാൻ പോകണം. അന്നേരം ഇതിനെക്കുറിച്ചെല്ലാം വറീഡായിട്ട് സ്ത്രീകളാ. അന്നേരം സ്വാഭാവികമായിട്ടും സ്ത്രീകൾ പറയുവാണ്, എഴുതി അവിടുത്തെ നമ്മുടെ അടുത്ത വീട്ടിലെ ജാൻസി കുർവാസനത്തിൽ പോയി ഭയങ്കര അനുഗ്രഹം ഉണ്ടായെന്ന് പോകുമ്പോഴത്തേക്കും പെണ്ണുങ്ങൾക്ക് കുശുമ്പ് കയറും. അന്നാ ചോദിച്ചാൽ അവക്ക് കിട്ടിയെങ്കിൽ എനിക്കും കിട്ടണം, ഞാൻ അവൾ 1000 രൂപ കൊടുത്താൽ ഞാൻ ഇവിടെ കൊണ്ട് 2000 കൊടുക്കും. ഒരാൾ വന്നത് എന്റെ അടുത്ത് പറഞ്ഞത് ഇത്ര ഒരു പ്രാവശ്യം ഒന്ന് കൂടി വന്ന ഒരു 400-500 ചെലവ് വരും എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ദൈവമായ കർത്താവ് നമ്മളോട് പറയണത് നീ നിന്റെ മുറിയിൽ കയറി നിന്റെ വാതിലടച്ച് നിന്റെ ദൈവമായ യഹോവയെ വിളിക്കാനാണ്. നമ്മളും ദൈവമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യും. ഇവരുടെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇവര് തീർത്തു കൊടുക്കണമല്ലോ. അത് തീർത്തു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റലും അടയ്ക്കണം. ഇവിടുത്തെ ട്രഷറിയുടെ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം ധനമന്ത്രി ഇവന്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? എന്നിട്ട് ഈ കള്ളപ്പാതിരി എന്തിനാണ് ഈ കണ്ണട അവന്റെ വെള്ളെഴുത്ത് മാറുന്നില്ല, ഷുഗർ കുറയാതെ കിടന്ന ആൾ തലയും കുത്തിച്ചാടുക കിടന്ന് എല്ലാ മാറാവ്യാധിയും മാറ്റുന്ന ഇവന്റെ ഷുഗർ ഇവനെന്തുകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല? പോപ്പ് എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ വീൽ ചെയറിൽ കൂടെ ഉരുട്ടിക്കൊണ്ട് നടക്കുക മുട്ടിന് തേയ്മാനമായിട്ട്. ഇവൻ പോയി പ്രാർത്ഥിക്കാത്ത എന്ത്? അല്ല ഇവിടെ ഒരു ഉടമ്പടി എടുക്കാത്തത്? എനിക്ക് മനസ്സിലായി സാറേ, മറ്റുള്ള രാഷ്ട്രീയക്കാർ മറ്റൊരു രീതിയിൽ പറ്റിക്കുന്നു, ഇത് ദൈവത്തിന്റെ പേരിൽ പറ്റിക്കുന്നു. ഇത് രണ്ടും ഒരേ നാളെ, അതായത് നമ്മുടെ നാട്ടിൽ നശിക്കേണ്ടുന്ന രണ്ട് എന്ന് പറഞ്ഞാൽ ഈ കള്ള സഭകൾ എന്ന് പറയുന്ന ഈ ആത്മീയ കച്ചവട ആത്മീയ വ്യഭിചാരികളുടെ ഈ സഹകരണ സംഘം നശിക്കണം. രണ്ട് പാർട്ടി അധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നശിക്കണം. ഈ രണ്ട് കൂട്ടരാണ് ജനങ്ങളെ കൊളയട്ട വലിച്ചു കുടിക്കുന്ന പോലെ കുടിക്കുന്നു, പറ്റിക്കുന്നു. ഇവനെ മറ്റവൻ മൊണ്ണ വിശ്വാസികളായിട്ട് കൂടെ കൊണ്ടു നടക്കുന്നു, രാഷ്ട്രീയക്കാരൻ അണികളായിട്ട് കൂടെ കൊണ്ടു നടക്കുന്നു. ഇവൻ നാശത്തിലേക്കാ പോകുന്നതെന്നോ, എന്നാൽ ഇവന്റെ നിത്യനാശത്തിനും ദാരിദ്ര്യത്തിനും കാരണം ഇവനെ നയിക്കുന്നവനാണെന്ന് ഇവൻ ഒരിക്കലും തോന്നത്തില്ല. കള്ളപ്പാതിരികളാണെങ്കിൽ പറയും ഇതെല്ലാം സാത്താന്റെ പണിയാന്ന് പറയും. ഈ മൊണ്ണ വിശ്വാസികൾ എന്ന് പറയുന്ന പരമ പന്നിക്കൂട്ടങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അവനാണേ എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുള്ള അരിഞ്ഞാണും കൂടെ ഊരി അവനത് പാതിരിക്ക് കൊടുത്തിട്ട് പോകും. ഇപ്പൊ ഇവര് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പള്ളിയിൽ പോയില്ല, അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോണില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ല, ഇതിന്റെയൊക്കെ ശാപം നിനക്കുണ്ടാവും. അതായത് അത് ഉള്ളതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നതെന്നാണ് അവരുടെ കണ്ടെത്തല്. അതാ പറഞ്ഞ ഞാൻ പറഞ്ഞ പിടിവിട്ട് നടക്കുന്നവന് എല്ലാ സംശയമായിരിക്കും. അന്നേരം ഇവൻ തന്നെ അങ്ങ് സമ്മതിക്കും, ചിലയോ ശരിയായിരിക്കും. എന്നാൽ അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടോ അവൻ എഫേർട്ട് എടുക്കാത്തത് കൊണ്ടാണെന്നോ അവൻ അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിക്കാത്തത് കൊണ്ടാണെന്നോ ഒന്നും അവൻ ചിന്തിക്കത്തില്ല. പള്ളിയിൽ പോയാൽ അവനെ അനുഗ്രഹം പൊഴിഞ്ഞിട്ട് കൊടുക്കുന്നു. ഇത് 10 പേരോട് എന്നിട്ട് ഇവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കും. ഈ ഓണത്തിന്റെ ഒക്കെ സമയത്ത് ജംബോ സർക്കസുകാർ മറ്റേ ടെന്റ് കെട്ടിയിരിക്കുന്നില്ലേ, അതുപോലെ ഒരു കൂട്ടരാണെന്ന് മാത്രമേ ഇതിനെ കരുതാവൂ. കാരണം അവൻ ഇതുപോലെ ഓരോ കെട്ടുകാഴ്ചകളുമായിട്ട് അവൻ ഇരിക്കുക, കൈകൊട്ടി വിളിച്ച് ടിക്കറ്റുമായിട്ട്. കാണി കയറിയാലേ അവന്റെ കച്ചവടം ഉള്ളൂ. കാണാൻ ആള് കയറിയില്ലായിരുന്നു അവന് പട്ടിണിയായി പോവും. ഇത് തന്നെ ആരാധനാലയങ്ങളിലും. ഇപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ പറയാം, ഇപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരാൾ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ യൂട്യൂബിൽ സാറിന്റെ ഇതില്
ഇതിനെക്കുറിച്ചൊരു ഇത് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു മൊത്തം സഭകളെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ആളിറങ്ങി. ഞാൻ സാത്താനെന്ന് പറയും കർത്താവിനെ വിറ്റ് തിന്നുന്ന പള്ളി വരെ വ്യഭിചരിക്കുന്ന ഇവൻ പറയും ഇവൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. ഏത് സത്യം വിളിച്ചു പറയുന്ന ഞാൻ സാത്താനും ക്രിസ്തുവിനെ വിറ്റത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കച്ചവടം അടിച്ച് ഈ നാറിയ ലോഹയും ഇട്ട് വിശ്വാസികളെ വിഭജിച്ച് പറ്റിച്ച് നടക്കുന്ന ഇവൻ ദൈവത്തിന്റെ ആത്മാവാന്നും പറയും. അന്നേരം ഇത് കേൾക്കുമ്പോഴെങ്കിലും ഈ ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടാകേണ്ടേ ഏതാണ് സത്യം? ഇപ്പൊ നമ്മള് ഒരു കാര്യത്തിന് ചെന്നു നമുക്ക് ഇടയിലൊരു റീറ്റെയിലർ അല്ലെങ്കിൽ ഹോൾസെയിലർ ആവശ്യമില്ല. എങ്ങനെ നമ്മുടെ അപ്പനോട് സംസാരിക്കുവാൻ നമ്മുടെ പിതാവിനോട് സംസാരിക്കുവാൻ ഇടയ്ക്ക് ഈ വായി നോക്കിയ ആവശ്യമുണ്ട്? നമുക്ക് വല്ലവനും എഴുതിയ പാഠപുസ്തകവും കുർബാന പുസ്തകവും എന്തിന്? വല്ലവനും എഴുതിയ സ്ക്രിപ്റ്റ് പാട്ടും എന്തിന്? നമുക്ക് നമ്മുടെ അപ്പനോട് ഒരു കാര്യം പറയുവാൻ നമുക്ക് എന്തെങ്കിലും പ്രത്യേക ശൈലിയോ പ്രത്യേക ഭാഷയോ പ്രത്യേക പാട്ടോ നമ്മൾ നമ്മുടെ അപ്പനോട് വീട്ടിൽ എന്താ പറയുന്നത്? നമ്മൾ ഏതെങ്കിലും തരത്തിൽ സ്ക്രിപ്റ്റ് അടിച്ചോണ്ടാണോ പോകുന്നത്? നമ്മുടെ ഉള്ളിൽ വരുന്ന കാര്യം പച്ചയ്ക്ക് പറയുന്നു, തിരിച്ചിങ്ങോട്ടും പറയുന്നു. നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ലഭിച്ചേക്കുന്നത് കാറി കൂവി ഇങ്ങനെ മേടിയാണോ മേടിച്ചേക്കുന്നത്? നമുക്ക് അതാത് സമയങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് നമ്മൾ കരുതേണ്ടത്. പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാല് എന്റെ അടുത്ത് ഒരു സ്ത്രീയാണ് ഇത് വന്ന് പറഞ്ഞത്. ഞാൻ ആളോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനോട് താല്പര്യമില്ല, ഞാൻ ദൈവത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിന്റെ ഇതനുസരിച്ച് ഞാൻ ദൈവത്തെ വിളിച്ചോളാം. അപ്പൊ ആള് പറഞ്ഞത് ഈ കാണാവുന്ന ആൾക്കാരൊക്കെ മണ്ടന്മാരാണല്ലോ, അവിടെ വന്നവരൊക്കെ മണ്ടന്മാരാവും നീ ഇന്റർനെറ്റ് വർത്തണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സ്റ്റഫ് ചെയ്ത് കൊടുത്തേക്കാണ് തലയിലേക്ക്. അതാ പറഞ്ഞ പ്രാന്ത് ചികിത്സിച്ചാൽ മാറും. പക്ഷെ ഈ പറയുന്ന പ്രാന്ത് എന്ന് പറയുന്നത് ഇതിനെ എവിടെ കൊണ്ട് ട്രീറ്റ് ചെയ്താലും അത് മാറത്തില്ല. അത് അവനവൻ വിചാരിക്കാതെ ഒരിക്കലും ഈ ഭ്രാന്ത്, ഈ വിശ്വാസ ഭ്രാന്ത് മാറത്തില്ല. സാറ് ഞാൻ ഇവരോട് ചോദിച്ചേ ഇതിന്റെ സിസ്റ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഇവര് പറയണ ഒരു സ്ഥലത്ത് ചെല്ലണം, എന്നിട്ട് നമ്മുടെ പേര് കൊടുക്കണം, പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരു ടോക്കൺ തരും, അടുത്ത കൗണ്ടറിൽ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോന്നിനും ടോക്കൺ എടുക്കണമെന്ന്. നമുക്ക് കൗൺസിലിങ്ങിനായാലും മറ്റേ ഉടമ്പടി എടുക്കാനായാലും കൊന്ത മേടിക്കാനായാലും ഇങ്ങനെ ഓരോ സ്ഥലത്തിന് നമ്മൾ ടോക്കൺ എടുത്ത് നമ്മൾ ചെന്ന് അവരുടെ മുമ്പിൽ ചെന്ന് ടോക്കൺ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പൊ രാവിലെ ഒരു 4 മണിക്ക് ചെല്ലുന്ന ഒരു വ്യക്തി ഉച്ചയ്ക്ക് ഒരു 2 മണിക്കാകുമ്പോഴേക്കും ഫ്രീ ആവുള്ളൂ. അതാ പറഞ്ഞേ ഇതിന്റെ എല്ലാം ഓപ്പറേഷൻ ഇൻചാർജ് ആയിട്ട് കുർവാസനത്തെ ദൈവം ഏൽപ്പിച്ചേക്കുന്നത്. എന്നിട്ട് ദൈവം ഇതെല്ലാം നോക്കി മേളി കാലാട്ടിക്കൊണ്ടിരിക്കുക. മറ്റേ കൗൺസിൽ ചെയ്യുന്നതും ഇവൻ ടോക്കൺ മേടിച്ചുകൊണ്ട് പോകുന്നതും ആവശ്യം പറയുന്നതും എല്ലാം ദൈവം കേട്ട് അതിനനുസരിച്ച് ഇവന് കൊടുക്കുന്ന ഫീസ് അനുസരിച്ച് അനുഗ്രഹം വാരിക്കോരി കൊടുക്കാൻ ദൈവം അവിടെ കാലുവാട്ടി മണ്ടായിരിക്കുക ഇതെല്ലാം കണ്ടോണ്ട്. അല്ലാണ്ട് ഇത് ഇവരുടെ ഇലാച്ചമാര് പറയണ മെയിൻ കാര്യം നിങ്ങൾക്ക് ടഫായിട്ട് നടക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ഫസ്റ്റ് എഴുതി വെക്കുക എന്നാണ് പറയുന്നത്. അതായത് നടക്കാൻ ചാൻസ് കുറവാണ്. അതായത് ഇപ്പൊ എനിക്കിപ്പോ 1 കോടി രൂപയുടെ വണ്ടി മേടിക്കണം അല്ലെങ്കിൽ 1 കോടി രൂപയുടെ വീട് മേടിക്കണം, അതുപോലുള്ള സെറ്റപ്പുകൾ എഴുതി വെക്കാനാ പറയണേ. അപ്പൊ അത് വേഗം നടക്കാൻ പ്രാർത്ഥിക്കാനാ പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഏറ്റവും അവസാനം എഴുതാൻ പറയണം. അപ്പൊ അതാണ് അവരെ പറയണേന്നാണ് അവര് പറയുന്നത്. എന്നിട്ട് അവസാനം ഇത് കുറെ പേര് നടന്നു കഴിയുമ്പോ ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി കയറി എന്ന് പറയും എനിക്കിങ്ങനെ രോഗമാകുന്നു, എന്നിട്ട് രോഗം മാറി. ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുള്ള 5ഉം 10ഉം കാര്യം എഴുതി കൊടുക്കുമ്പോൾ അത് ഏതെങ്കിലും എന്തെങ്കിലും നടക്കും. അന്നേരം ഇവൻ ഇതിന്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം പോയി ഉടമ്പടി പുതുക്കും. അന്നേരം ഇവൻ തോന്നുന്നത് ഈ മണ്ടന് തോന്നുന്നത് ഇത് അവിടെ പോയി കള്ളപ്പാതിരിയുടെ ഉടമ്പടി പുതുക്കിക്കൊണ്ടാന്നാ. അല്ല പക്ഷെ ഇതിപ്പോ ഈ രാജ്യത്തെ ഈ ലോകത്തിൽ നടക്കുന്ന ഇത്ര മാത്രം ആലോചിച്ചാൽ ഇവന്മാരുടെ ഈ പൈശാചിക കേന്ദ്രം ഈ ചെറിയ കിണറും വിട്. ഈ ലോകത്തിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും കാര്യങ്ങൾ നടക്കുന്നതും ജനങ്ങൾ പ്രോസ്പെരിറ്റി പ്രാപിക്കുന്നതും രോഗങ്ങൾ സൗഖ്യമാകുന്നതും രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നതും ഇവന്റെ ഉടമ്പടി പിടിച്ചിട്ടാണോ? അല്ല, ഇവന്റെ ഉടമ്പടി ഉണ്ടാകുന്നതിന് മുമ്പ് 4-5 കൊല്ലത്തിന് മുമ്പ് ഇവിടെ കാര്യങ്ങൾ നടന്നിട്ടില്ലേ? നാളെ ഈ കാര്യങ്ങൾ സംഭവിക്കത്തില്ലേ? ഈ കള്ളപ്പാതിരിയെ ദൈവം എന്ന് വീഴിക്കുന്നു അന്ന് വരെ ഈ കച്ചവടം നടക്കും. ആൾക്കാർ വരികയും ചെയ്യും. അത്രേ ഉള്ളൂ. അത് പറഞ്ഞേ ഈ മണ്ടന്മാരുള്ളിടത്തോളം കാലം ഞാൻ പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയമാണെങ്കിലും മതക്കച്ചവടമാണെങ്കിലും നടക്കുന്നത് ഈ മണ്ടന്മാരായ മുണ്ണവിശ്വാസികളും അടിമകളായ ഈ രാഷ്ട്രീയക്കാർ ഈ അടികളും ഉള്ളിടത്തോളം കാലം ഈ 2 കൂട്ടരെയും കച്ചവടം ഒരുമിച്ചു. കാരണം ഇത് രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാ. പരസ്പരം ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞു കൊടുക്കും, പരസ്പരം സഹായിക്കും. ഇവന്മാരെ എതിർക്കുന്നവനെ ഇവന്മാർ ഒരുമിച്ച് നിന്ന് തീർക്കും. ഇത് പരസ്പര സഹായ സഹകരണ. അല്ല ഞാൻ ചോദിക്കട്ടെ സാറിന്റെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ സാറ് ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ സാറ് വിളിച്ചു പറയുന്നുണ്ട്. സാറിനെതിരായിട്ട് പലരും കളിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കേസാണ് സാറ്. ഇപ്പൊ ഈ ഒരാളുടെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയ ഡയലോഗ്. അതായത് സാറ് സഭയ്ക്കെതിരെ കളിക്കുന്നു, ക്രിസ്ത്യൻ മൊത്തം വിശ്വാസികൾക്കെതിരെ അന്യടിക്കുന്നു, ഇതൊക്കെ ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടോ.
അപ്പൊ സാറിന് ഇതുപോലെ ഒരുപാട് ഫോൺ കോൾസ് വരാറുണ്ടോ ഈ ത്രട്ടണിങ് അങ്ങനെ കാര്യങ്ങള്? സ്വാഭാവികമായിട്ട് ഇപ്പം വല്ലവന്റെ കഞ്ഞി പാത്തി എഴുതുന്ന പണി ചെയ്യുമ്പോഴത്തേക്ക് അവനെ ഇവന്മാര് വെച്ചേക്ക് പോകും. അന്നേരം ഇപ്പോൾ ഈ പറയുന്ന കച്ചവടം പൂട്ടിയ ഈ യുവമാരെല്ലാം ക്രിസ്തുവിൽ ഒന്നിക്കാത്ത ഈ കള്ളപ്പാച്ചർമാരും ഈ പല പല സഭകളായിട്ട് വിഘടിച്ച് നിൽക്കുന്നവന്മാരും എല്ലാം ഇപ്പൊ എന്റെ കാര്യത്തിൽ ഒന്നിച്ചു. യുവമാരുടെ പൊതുശത്രു ഞാനാണ്, എന്നെ കൊല്ലുക എന്നുള്ള ക്രിസ്തുവിനെ എങ്ങനെ പറഞ്ഞേ, ക്രിസ്തുവിനെ യുവമാരെല്ലാരും സത്യം വിളിച്ചു കൊടുക്കുന്ന എന്ന് പറഞ്ഞ പോലെ എന്നെ കൊല്ലാൻ വേണ്ടി യുവമാരെല്ലാം ഇപ്പൊ ഒന്നിക്കുന്നു, ഒരുമിക്കുന്നു, പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, ശ്രമിക്കുന്നു. നമുക്ക് അതിനെ കുറിച്ചൊന്നും ഒരു ഭയമില്ല. നമ്മൾ സത്യം വിളിച്ച് പറയുന്നു. നമ്മൾ ക്രിസ്ത്യാനിറ്റിക്കെതിരല്ല, ക്രിസ്തുവിനെതിരല്ല. അതെങ്ങനെയാ ക്രിസ്തുവിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെയല്ലേ നമ്മൾ വിമർശിക്കുന്നത്? അല്ലാതെ നല്ലതായിട്ട് ജീവിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സാക്ഷ്യമുള്ളവരെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലോ. എത്രയോ നല്ല ജീവിതം നയിക്കുന്നവരുണ്ട്. വേറൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഞാൻ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കാര്യം പറയാം. എന്റെ ഒരു ഫ്രണ്ടിന് ഒരു ഫേമസ് ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഹോസ്പിറ്റലിൽ ഒരു അച്ഛന്മാര് കന്യാസ്ത്രീകൾ നടത്തുന്ന ഹോസ്പിറ്റലാണ്. അവന്റെ ഒരു അമ്മയ്ക്ക് ഒരു ചികിത്സയ്ക്ക് ചെന്നിട്ട് അവന്റെ കയ്യിൽ പൈസ ഇല്ല, വൈകുന്നേരം അടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് അവര് ആ രോഗിനെ വരെ നോക്കിയില്ല. അവര് പറഞ്ഞു പൈസ അടയ്ക്കണം, ഫസ്റ്റ് പൈസ അടച്ചാലാ ചികിത്സ എന്ന് പറഞ്ഞ. നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്ത്യാനിറ്റിയുടെ മറവിൽ ഇവന്മാർ എന്തൊക്കെ കച്ചവടങ്ങൾ നടക്കുന്നു. വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നു, ആരോഗ്യ കച്ചവടം നടത്തുന്നു, ചാരിറ്റി ബിസിനസ് നടത്തുന്നു. ലാഭകരമായ എല്ലാ ബിസിനസ്സുകളും ഇവന്മാര് ഈ സഭയുടെയും ചാരിറ്റിയുടെയും ക്രിസ്തുവിന്റെയും പേരിൽ നടക്കുന്നു. ഇതെന്തിനാ? പുണ്യം കിട്ടാനാ? അവന് കാശ് കിട്ടാത്ത പണി അവൻ ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ അവന് PR വർക്ക് എന്ന് പറയും നമ്മൾ. അതായത് അറുത്ത് മേടിക്കും, എന്നാൽ 10 രൂപ കൊടുക്കുന്നത് 1000 പേരെ വിളിച്ച് മീഡിയകളെ എല്ലാം സാക്ഷി നിർത്തി ഇവൻ 10 രൂപ ആർക്കെങ്കിലും കൊടുത്താൽ അത് വലിയ പബ്ലിസൈസ് ചെയ്യും. എന്നാൽ ഇതുപോലുള്ള രോഗികളോട് സർജറിക്ക് കിടക്കേണ്ടവരോട് ചികിത്സ വേണ്ടുന്നതിന് അവനെ പിടിച്ചു മേടിക്കുകയും ചെയ്യും. എന്നാൽ മാധ്യമങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ ഇവന്മാരുടെ ചാരിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇവന്മാര് പബ്ലിസൈസ് ചെയ്യുകയും ചെയ്യും. മാനേജ്മെന്റ് പറഞ്ഞു ഫുൾ പൈസ അടിക്കാതെ മാനേജ്മെന്റ്. ഇത് കച്ചവടമല്ലേ? ഇത് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഒരു റെസിഷനും ബാധിക്കാത്ത, ഒരു നഷ്ടവും, ഒരു ഓഫ് സീസണും 365 days 24/7 ലാഭകരമായിട്ട് നടക്കുന്ന ഏക സീറോ റിസ്ക് ഗെയിം എന്ന് പറയുന്നത്, സീറോ ഇൻവെസ്റ്റ്മെന്റ് ഗെയിം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി, ഇവിടുത്തെ ആത്മീയ കച്ചവടമാണ്, മതക്കച്ചവടം. അതിങ്ങനെ മറ്റേ പുട്ടിന്റെ മേളിൽ മറ്റേ ഇത് നമ്മളെ മേളിൽ മറ്റേ തേങ്ങ വരന്ന മാതിരി അത് മേമ്പടി സാധനം മാത്രമാണ് വചനം. അത് ഇങ്ങനെ ആവശ്യത്തിന് അവരുടെ കയ്യിലുണ്ട് ചെയ്തു. ഇപ്പൊ ഒരു ദുഷ്ടനെ കാണിച്ച ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തിന്ന് പറയും. ഒരു കഷ്ടപ്പെട്ട് അനുഭവിക്കുന്ന ഒരാളെ കാണിച്ചു തന്നാൽ ഇവര് പറയും ദൈവത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞാന്ന് പറയും. യുവന്മാർക്ക് ആവശ്യത്തിനെടുത്ത് കീറ്റാൻ പറ്റാവുന്ന വചനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് അവൻ ആ തരാതരം പോലെ ആളും തരം ഉപയോഗിക്കും. ഈ മണ്ടന്മാരെന്ന് പറയുന്ന ഈ മുണ്ണവിശ്വാസികൾക്ക് ഇവനൊരിക്കലും ഇവന് ബോധം ഉണ്ടാകത്തില്ല. കാരണം ഇവനെ ചെറുപ്പത്തിലെ ഇവനെ കൊണ്ട് അടിമയാക്കി സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച് ഈ പാതിരിയുടെ നൈറ്റ് കാണുമ്പോഴത്തേക്കും മുട്ടുവിറക്കുകയും പെടുക്കുകയും ചെയ്യുന്ന സൈസ് ഒരു അവസ്ഥയിൽ അവനെ എത്തിച്ചിട്ടുണ്ടാവും. റേപ്പിംഗ് ഓഫ് ദി മൈൻഡ് എന്ന് പറയും. അവന്റെ മസ്തിഷ്കത്തെ ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ച് നിർജീവമാക്കിയ നിർഗുണന്മാരാ. ഇവന്റെ തല ഒരിക്കലും വർക്ക് ചെയ്തില്ല. കാരണം ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറഞ്ഞ പോലെ ഈ പാതിരി കൂട്ടങ്ങളെ കാണുമ്പോൾ അവന്റെ സകല ലോജിക്കും അവിടെ എൻഡ് ചെയ്യും. മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. ഇത് ആളുകൾ മനസ്സിലാക്കി. ഇത് സാറ് നിർത്തരുത്. എന്റെ ഒരു വലിയ ഇതാണ്. സാറ് മുന്നോട്ട് തന്നെ പോവുക. ഓക്കെ ബ്രദർ, താങ്ക് യു.